പറയുന്ന കൂട്ടർ ചെയ്യുക കുറച്ചും കൂടി സെറ്റിലായിട്ടായിരിക്കും. ആ വ്യത്യാസം മാത്രമേ ഉള്ളൂ. പക്ഷേ MGSനൊരു ഇടതുപക്ഷ പശ്ചാത്തലം ഉണ്ടെന്ന് എന്നാണ് പറയുന്നത്. ഞാൻ ഇടതുപക്ഷം എന്ന് പറഞ്ഞൊരു പദപ്രയോഗം തന്നെ അംഗീകരിക്കുന്നില്ല. ഇവിടെ അത് ഇടതുപക്ഷമില്ല. യൂറോപ്യൻ യൂറോപ്യൻ ഹിസ്റ്ററിയുടെ കോണ്ടെക്സ്റ്റിലാണ് ഈ വലതുപക്ഷം ഇടതുപക്ഷം എന്ന് പറഞ്ഞ സങ്കല്പനങ്ങൾ വന്നത്. കമ്മ്യൂണിസ്റ്റുകൾ എന്നുള്ളൊരു പ്രയോഗം ഇവിടെ വളരെ പോപ്പുലർ അല്ലേ? അവർ ഇടതുപക്ഷക്കാരാണെന്ന് ക്ലെയിം ചെയ്യുന്നതാണ്. പക്ഷെ അവർ ഇടതുപക്ഷക്കാരല്ല. യൂറോപ്യൻ കോണ്ടെക്സ്റ്റിൽ ഭരണാധികാരി വർഗങ്ങൾ അവരൊക്കെ വലതുപക്ഷം, അവരെ സഹായിക്കുന്നവരും അവരെ എതിർത്ത് പാവപ്പെട്ടവർക്ക് വേണ്ടി നിൽക്കുന്നവരാണ് ഇടതുപക്ഷം എന്നുള്ളതുണ്ടായിരുന്നത്. ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാർ ഇവിടുത്തെ വലിയ മുതലാളിമാരല്ലേ? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അത്ര പണമുള്ളൊരു പാർട്ടി ഉണ്ടോ കേരളത്തിൽ? MGSന് ഇങ്ങനെ ഒരു പശ്ചാത്തലം ഉണ്ടെന്ന് വരുന്നൊരു പ്രചാരണത്തിന്റെ രഹസ്യം. ഞാനൊരു മാർക്സിസ്റ്റാണ്, ഇവർ മാർക്സിസ്റ്റ് അല്ല. ഞാൻ മാർക്സിൻ്റെ ലിറ്ററേച്ചർ വായിച്ച് പഠിച്ച് 19 കൊല്ലം പഠിപ്പിച്ച ആളാണ്. ഞാനതിൽ തറവാണ്. ഇവരാരും മാർക്സിസം വായിച്ചിട്ടില്ല, ലിറ്ററേച്ചർ വായിച്ചിട്ടില്ല, EMS അടക്കമുള്ള ആളുകൾക്ക്. കാരണം എനിക്കത് ഉറപ്പിച്ച് പറയാൻ കഴിയും. മാർക്സിൻ്റെ ജർമ്മൻ റൈറ്റിങ്സൊക്കെ ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്തിട്ടാണല്ലോ ഇവർക്ക് കിട്ടേണ്ടത്. ഇംഗ്ലീഷിലേക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ള തർജ്ജമകൾ വരുന്നത് 74-75 ഉള്ളൂ. ഇവരതിൻ്റെയൊക്കെ എത്ര മുമ്പേ മാർക്സിസ്റ്റുകളായിട്ട് നടക്കുന്ന ആളല്ലേ. ആഗോളതലത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെട്ടു എന്നൊക്കെയാണ് പറയുന്നത്. കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് സർക്കാർ വന്നു, ജനാധിപത്യ രീതി. അതൊക്കെ വ്യാജ പ്രചാരമല്ലേ യഥാർത്ഥത്തിൽ ഉണ്ടായത്? ഇവരെവിടെയെങ്കിലും ജനാധിപത്യം അംഗീകരിച്ചിട്ടുണ്ടോ? അവർക്ക് ഇഷ്ടപ്പെട്ടാൽ ജനാധിപത്യം എന്ന് പറയും, അവർക്ക് ഇഷ്ടപ്പെടാത്തത് എതിർക്കുകയും ചെയ്യും. അത്രയേ ഉള്ളൂ. ഇവിടെ കൊലയല്ലേ. ഇപ്പോൾ ചന്ദ്രശേഖരനെ എങ്ങനെ കൊന്നു? എത്ര ആൾക്കാരെ കൊന്നുണ്ട്? കൽക്കത്ത തീസിസ് എന്തായിരുന്നു? ഇവർക്ക് ജനാധിപത്യമില്ല, ഒന്നുമില്ല. പാർലമെൻ്ററി വ്യാമോഹം എന്നാണ് പറയുന്നത്. ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റ് സഹയാത്രികരുമായിട്ടൊക്കെ വളരെ അസോസിയേഷൻ ഉണ്ടായിരുന്നു. എനിക്കൊരു പാർട്ടിയില്ലല്ലോ. ഒരു പാർട്ടിയിൽ ഒരിക്കലും ഞാൻ മെമ്പറായിട്ടില്ല, ചേർന്നിട്ടുമില്ല. മാർക്സിസ്റ്റുകാരെന്ന് പറയുന്ന ആൾക്കാരും കോൺഗ്രസ്സുകാരും സോഷ്യലിസ്റ്റുകാരും ഒക്കെ ആയിട്ട് എനിക്ക് അടുപ്പമുണ്ടായിരുന്നു. കൂടുതൽ എനിക്ക് അടുപ്പമുണ്ടായിരുന്നത് ലോഹ്യ ഗ്രൂപ്പുകാരായിട്ടാണ്. എങ്ങനെയാണ് ഇത്ര ഒരു കടുത്ത ഒരു CPM വിമർശകനായി? ഇത് തന്നെ CPM എന്ന് പറയുന്നത് മാർക്സിനെ കൊന്ന കൂട്ടരാണ്. ട്രോട്സ്കിയെ പിന്നെ അവർ കൊന്നു, സ്റ്റാലിനൊക്കെ. അതിൻ്റെ മുമ്പേ മാർക്സിനെ കൊന്നു കുഴിച്ചിട്ടാണ്. കാരണം മാർക്സിൻ്റെ എല്ലാ തിയറികൾക്കും കടകവിരുദ്ധമായ പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നതാണ് ലെനിൻ അംഗീകരിച്ചത്. ഇത്തരം നിലപാടുകളാണ് MGSന് പിന്നീട് ഒരു BJP പക്ഷപാതി ആണ്. BJP പക്ഷപാതി ആയിട്ടില്ല ഞാൻ. എനിക്ക് BJP പക്ഷപാതമില്ല. കമ്മ്യൂണിസ്റ്റുകാരുടെ ഈ കാപട്യങ്ങൾ ഞാൻ തുറന്നു എഴുതി. പിന്നെ EMS പണം അദ്ദേഹത്തിൻ്റെ ഷെയർ മുഴുവൻ പാർട്ടിക്ക് കൊടുത്തു, സ്വത്ത് കൊടുത്തിട്ടില്ല. അത് ഞാനാണ് എക്സ്പോസ് ചെയ്തത്. കോടതി രേഖകളുണ്ട്, പത്രങ്ങളുടെ രേഖകളുണ്ട്, EMSൻ്റെ ബില്ല് തന്നെയുണ്ട്, ഭാര്യയുടെ പേരിൽ എഴുതി വെച്ചിരിക്കണത്. അതിലൊരുപാട് കള്ളത്തരങ്ങളൊക്കെ കാണിച്ചിട്ട് അയാൾ തന്നെ ഒരു കള്ളപ്പേരിൽ എഴുതി. അതിലാണ് ആദ്യമായിട്ട് ഈ ദേശാഭിമാനിയിൽ പ്രസിദ്ധീകരിച്ചത്. പിന്നെ എന്താണ്, ആഢ്യ ബ്രാഹ്മണ കുലത്തിൽ ജനിച്ച് വേദ ഉപനിഷത്തുകളൊക്കെ പഠിച്ച് കേമനായിട്ട് ഉള്ള ബ്രാഹ്മണനായിട്ടുള്ള EMS നമ്പൂതിരിപ്പാട് അനേകം പറ നില സ്വന്തമായിട്ടുള്ള കുടുംബം, അതിൽ വലിയ ഷെയർ, അത് മുഴുവൻ പാവങ്ങളുടെ പാർട്ടിക്ക് വേണ്ടി ദാനം ചെയ്ത ആളെന്ന് അയാൾ തന്നെ എഴുതിയത്. ഒരു കള്ളപ്പേരിലാണ് എഴുതിയതെന്ന് മാത്രം. അത് പിന്നെ പാർട്ടി എടുത്തു. അതില്ലാത്തൊരു സാധനമാണെന്നും ഇയാൾ 2-3 തവണ ഭാര്യയുടെ പേരിൽ എഴുതി വെച്ച് ഗവൺമെൻറ്റിനെ കളിപ്പിക്കാൻ ശ്രമിച്ചുവെന്നും കോടതി രേഖകളുടെ അടിസ്ഥാനത്തിൽ തെളിയിച്ചത് ഞാനാണ്. അതാണ് അവർക്ക് എന്നോട് തീരാത്ത ദേഷ്യമുള്ളത്. അപ്പോൾ ഈ BJP ഇപ്പോൾ കൊണ്ട് നടക്കുന്ന ഇതിൽ ഇപ്പോൾ പറയുന്നത്, ഇപ്പോൾ അക്കാദമിക്കിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു, ഇവരുടെ ഭക്ഷണ രീതികളെ വരെ സ്വാധീനം. ഞാൻ ഗോമാംസവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ തന്നെയാണ്. ഇതിപ്പോൾ തുടങ്ങിയതൊന്നുമല്ല, കോൺഗ്രസ്സുകാർ കാലത്ത് തുടങ്ങിയതാണ്. ഡൽഹിയിൽ എവിടെയും ബീഫ് കിട്ടില്ല എക്സെപ്റ്റ് ഇൻ ഓൾഡ് ഡൽഹി. ജുമാ മസ്ജിദിൻ്റെ പരിസരത്തുള്ള ഓൾഡ് ഡൽഹിയിൽ മാത്രമേ അന്ന്, ഇത് എത്ര മുമ്പാണ് BJPക്കാരൊക്കെ അധികാരത്തിൽ വരുന്നതിൻ്റെ എത്രയോ മുമ്പ്, ഞാൻ മെമ്പർ സെക്രട്ടറി ആയിരുന്ന കാലത്ത് ഉള്ള സ്ഥിതിയാണ് ഞാൻ പറയണം. ഇന്ത്യയിൽ എന്താ അടുത്ത കാലം വരെ ഉണ്ടായിരുന്ന സ്ഥിതി? കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാൻറ്റീനിൽ ഒഴിച്ച് ഒരു യൂണിവേഴ്സിറ്റി ക്യാൻറ്റീനിലും ഇന്ത്യയിൽ ബീഫ് കിട്ടുമായിരുന്നില്ല. അപ്പോൾ ഇപ്പോൾ ഈയിടെ നടന്നു എന്ന് പറയുന്ന ഇതിൻ്റെ ഒക്കെ മുന്നോടികൾ ഇത് കോൺഗ്രസ്സുകാരല്ലേ ഉണ്ടാക്കിയത്. അപ്പോൾ ഈ ബീഫിനോടുള്ള വിരോധം എന്ന് പറയുന്നത് കോൺഗ്രസ് ഗവൺമെൻറ്റിൻ്റെ കാലത്ത് അംഗീകരിച്ച ഒരു സാധനമാണ്. ഇപ്പോൾ ഇതിനെങ്ങനെ കൊണ്ടുവരുന്നത് പത്രക്കാരുടെ കാപട്യമാണ്. ഇത് ഇവർ കൊണ്ടുവന്നതാണ് എന്ന് സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് പത്രമാധ്യമങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള പ്രചാരവേലയുടെ ഒരു വലയം നമുക്കുണ്ട്. പക്ഷെ വേറൊന്നുണ്ടായിരുന്നു. ഈ ബ്രിട്ടീഷുകാരുടെയും കോൺഗ്രസ്സുകാരുടെയും കാലത്തിന് മുൻപ്, ഇപ്പം ന്യൂനപക്ഷങ്ങളെന്ന് പറഞ്ഞല്ലോ,
ന്യൂനപക്ഷങ്ങളെ അക്കോമഡേറ്റ് ചെയ്തിരുന്നല്ലോ ഭൂരിപക്ഷ സമൂഹം എന്ന് പറയുന്നത്, അതല്ലെങ്കിലും രാജാക്കന്മാരും പ്രഭുക്കന്മാരും ഒക്കെ. പക്ഷേ അന്നത്തെ ന്യൂനപക്ഷങ്ങൾ ഒരിക്കലും ഭൂരിപക്ഷം എന്ന് പറയുന്ന ഹിന്ദു സമൂഹത്തെ ക്രിട്ടിസൈസ് ചെയ്തിരുന്നില്ല. അപ്പൊ ന്യൂനപക്ഷങ്ങളുടെ ഭാഗത്തു നിന്ന് അങ്ങനെ ഒരു ഒഫൻസ് എത്ര കാലമായിട്ട് കോൺഗ്രസ്സുകാരല്ലേ അത് എൻകറേജ് ചെയ്തിരിക്കുന്നത്? കോൺഗ്രസ്സുകാരെ എൻകറേജ് ചെയ്ത്